കേരള രാഷ്ട്രീയത്തിലും വികസന ചരിത്രത്തിലും വൻ വിവാദങ്ങൾക്കും ജനകീയ പ്രക്ഷോഭങ്ങൾക്കും വഴിവെച്ച തിരുവനന്തപുരം കാസർഗോഡ് അർദ്ധ അതിവേഗ റെയിൽവേ പദ്ധതിയായ സിൽവർ ലൈൻ സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി റദ്ദാക്കി. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന അടിയന്തര മന്ത്രിസഭാ യോഗത്തിലാണ് കേരളത്തിന്റെ വികസന ചർച്ചകളെ വർഷങ്ങളോളം പിടിച്ചുകുലുക്കിയ ഈ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കാനുള്ള സുപ്രധാന തീരുമാനം കൈക്കൊണ്ടത്. പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരുന്ന വിവാദമായ മഞ്ഞക്കുറ്റികൾ അടിയന്തരമായി നീക്കം ചെയ്യാൻ റവന്യൂ വകുപ്പിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ഇതോടൊപ്പം പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാത്തരം പ്രാഥമിക വിജ്ഞാപനങ്ങളും റദ്ദാക്കാനും മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. സിൽവർ ലൈൻ പദ്ധതിയുടെ അലൈൻമെന്റിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാനത്തെ ആയിരക്കണക്കിന് സാധാരണക്കാരായ ഭൂവുടമകൾ വർഷങ്ങളായി അനുഭവിച്ചു വരുന്ന അതീവ ഗുരുതരമായ പ്രതിസന്ധികൾക്കാണ് പുതിയ മന്ത്രിസഭാ തീരുമാനത്തോടെ ഇപ്പോൾ ശാശ്വതമായ പരിഹാരമായിരിക്കുന്നത്. പദ്ധതി വരാൻ പോകുന്നു എന്ന പ്രഖ്യാപനം ഉണ്ടായതു മുതൽ തങ്ങളുടെ സ്വന്തം ഭൂമിക്ക് മേലുള്ള അവകാശങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെട്ട അവസ്ഥയിലായിരുന്നു ജനങ്ങൾ. ഈ ഒരു സാഹചര്യത്തിൽ പദ്ധതി ഔദ്യോഗികമായി റദ്ദാക്കിക്കൊണ്ടുള്ള സുപ്രധാനമായ തീരുമാനങ്ങൾ വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിച്ച മാനസികവും സാമ്പത്തികവുമായ ദുരിതങ്ങളെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയുകയുണ്ടായി. കേരള പ്രഖ്യാപനത്തിന് പിന്നാലെ ജനങ്ങൾക്ക് തങ്ങളുടെ കൈവശമുള്ള ഭൂമി വിൽക്കാനോ പുതിയതായി വാങ്ങാനോ അടിയന്തര ആവശ്യങ്ങൾക്കായി ബാങ്കുകളിൽ പണയപ്പെടുത്താനോ സാധിക്കാത്ത വിധം വലിയൊരു പ്രതിസന്ധി നിലനിന്നിരുന്നുവെന്നും മക്കളുടെ വിവാഹ ആവശ്യങ്ങൾക്കോ മാരകമായ രോഗങ്ങൾക്കുള്ള ചികിത്സയ്ക്കോ വേണ്ടി ഒരു ബാങ്ക് ലോൺ എടുക്കാൻ പോലും കഴിയാതെ സാധാരണക്കാർ വലഞ്ഞിരുന്ന അവസ്ഥയായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം ന്യായമായ ആശങ്കകൾക്ക് പൂർണ്ണ വിരാമം ഇട്ടുകൊണ്ട് തികച്ചും മാനുഷികമായ പരിഗണന മുൻനിർത്തിയാണ് സിൽവർ ലൈൻ പദ്ധതി പൂർണ്ണമായും റദ്ദാക്കാനും ഇതുവരെ പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാത്തരം പ്രാഥമിക വിജ്ഞാപനങ്ങളും അടിയന്തരമായി പിൻവലിക്കാനും സർക്കാർ തീരുമാനിച്ചതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതോടെ പ്രസ്തുത ഭൂമികളെല്ലാം ഇനി മുതൽ ഉടമകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഉപയോഗിക്കാൻ സാധിക്കും. സിൽവർ ലൈൻ വിരുദ്ധ പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും കോടതികളിലുമായി നിലനിൽക്കുന്ന കേസുകൾ പൂർണ്ണമായും പിൻവലിക്കാൻ മന്ത്രിസഭ അനുമതി നൽകിയ നടപടി സമരക്കാർക്ക് വലിയ ആശ്വാസമാണ് പകരുന്നത്. ഇതിന്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകളുടെ കൃത്യമായ സ്വഭാവം പരിശോധിച്ച ശേഷം പൊതുമുതൽ നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള ഗുരുതരമായ ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത എല്ലാ കേസുകളും പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്ന് അടിയന്തരമായി ഒഴിവാക്കാനുള്ള ഔദ്യോഗിക ശുപാർശ ബന്ധപ്പെട്ട കോടതികൾക്ക് സമർപ്പിക്കാൻ ആഭ്യന്തര വകുപ്പിന് മന്ത്രിസഭ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി സാധാരണക്കാരായ ജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും സാമൂഹിക പ്രവർത്തകർക്കുമെതിരെ ചുമത്തപ്പെട്ട നിയമ നടപടികൾ ഇല്ലാതാകുന്നതോടെ വലിയൊരു നിയമയുദ്ധത്തിനാണ് ഇവിടെ വിരാമമാകുന്നത്. ജനാധിപത്യപരമായ രീതിയിൽ ജനങ്ങൾ നടത്തിയ പ്രതിഷേധങ്ങളെയും ജനകീയ സമരങ്ങളെയും അടിച്ചമർത്തുന്ന ഒരൊറ്റ സമീപനവും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലെ ഈ ഒരു നിർണായക തീരുമാനം. മുൻ സർക്കാർ വിഭാവനം ചെയ്ത സിൽവർ ലൈൻ പദ്ധതി സംസ്ഥാനത്തിന് ഒട്ടും താങ്ങാനാവാതെ സാമ്പത്തിക ബാധ്യതയും വലിയ തോതിലുള്ള പാരിസ്ഥിതിക ആഘാതവും ഉണ്ടാക്കുന്ന ഒന്നായിരുന്നുവെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ രൂക്ഷമായി വിമർശിച്ചു. കൃത്യമായ ശാസ്ത്രീയ പഠനങ്ങളോ സമഗ്രമായ ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ടോ പോലും ഇല്ലാതെയാണ് മുൻ സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയതെന്നും പ്രകൃതിയെയും മനുഷ്യനെയും ഒരുപോലെ ദ്രോഹിച്ചുകൊണ്ടുള്ള ഇത്തരം വികസന മാതൃകകളല്ല സംസ്ഥാനത്തിന് ആവശ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാരിസ്ഥിതികമായോ സാമ്പത്തികമായോ കേരളത്തിന് ദോഷം വരാത്ത രീതിയിലുള്ള ജനാധിപത്യപരമായ അതിവേഗ ഗതാഗത സംവിധാനങ്ങളോട് പുതിയ സർക്കാരിന് യാതൊരുവിധ എതിർപ്പുമില്ലെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി എന്നാൽ സിൽവർ ലൈൻ പദ്ധതി നിലവിലെ രീതിയിൽ തന്നെ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ കേരളം കണ്ടതിൽ ഏറ്റവും വലിയൊരു പാരിസ്ഥിതിക ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമായിരുന്നുവെന്ന് മുന്നറിയിപ്പ് നൽകി. മൺസൂൺ കാലമായാൽ വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തുന്ന ഈ ട്രാക്കുകളിലൂടെ ട്രെയിൻ മാത്രമല്ല ജനങ്ങൾക്ക് ബോട്ട് കൂടി ഓടിക്കേണ്ടി വരുമായിരുന്ന അവസ്ഥയായിരുന്നു ഉണ്ടാകാൻ പോയതെന്ന് മുൻ സർക്കാരിന്റെ ആസൂത്രണമില്ലായ്മയെ പരിഹസിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയ ചരിത്രപരമായ പ്രഖ്യാപനത്തിന് പുറമെ സംസ്ഥാനത്തെ ഉദ്യോഗാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ വലിയ ആശ്വാസവും പ്രതീക്ഷയും പകരുന്ന മറ്റ് ചില നിർണായക തീരുമാനങ്ങളും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിലവിൽ കാലാവധി അവസാനിക്കുന്നതും വരാനിരിക്കുന്ന ഓഗസ്റ്റ് 31-നകം കാലാവധി തീരുന്നതുമായ എല്ലാ PSC റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി നവംബർ 30 വരെ ദീർഘിപ്പിക്കുന്നതിനായി കേരള പബ്ലിക് സർവീസ് കമ്മീഷനോട് ഔദ്യോഗികമായി ശുപാർശ ചെയ്യാൻ മന്ത്രിസഭ തീരുമാനിച്ചതാണ്.
കോവിഡ് പ്രതിസന്ധികളും മറ്റ് ഭരണപരമായ കാരണങ്ങളും കൊണ്ട് നിയമം വൈകിയതിനെ തുടർന്ന് ജോലി പ്രതീക്ഷിച്ച് പ്രായപരിധിയുടെ അരികിൽ നിൽക്കുന്ന 10,000-കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് വലിയൊരു പുതുജീവൻ നൽകുന്നതാണ് സർക്കാരിന്റെ ഈയൊരു അടിയന്തര ഇടപെടൽ. ഇതോടൊപ്പം തന്നെ ഭരണമാറ്റത്തിന് പിന്നാലെ പുതിയ സർക്കാരിന്റെ വിവിധ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് യാതൊരു കാലതാമസവുമില്ലാതെ കൃത്യതയോടെയും വേഗത്തിലും ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സമഗ്രമായ ഒരു 100 ദിന കർമ്മ പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ പോവുകയാണെന്ന കാര്യവും മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ പ്രത്യേകം വ്യക്തമാക്കി. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് നിശ്ചിത സമയത്തിനകം പദ്ധതികൾ പൂർത്തിയാക്കാനുള്ള ഈ നീക്കം സർക്കാരിന്റെ വികസന വേഗതയ്ക്ക് ആക്കം കൂട്ടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കേരളത്തിന്റെ ഗതാഗത മേഖലയിൽ വൻ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുൻ ഇടത് സർക്കാർ അതിവേഗം മുന്നോട്ട് കൊണ്ടുപോയ കേരയിൽ പദ്ധതി അതിന്റെ പ്രാരംഭഘട്ടം മുതൽക്കേ സംസ്ഥാനത്തുടനീളം അതിശക്തമായ ജനകീയ പ്രതിരോധത്തെയും രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെയുമാണ് നേരിടേണ്ടി വന്നത്. പ്രകൃതിദത്തമായ ജലാശയങ്ങളും പച്ചപ്പ് നിറഞ്ഞ നെൽവയലുകളും വ്യാപകമായി നികത്തിയും 10,000-കണക്കിന് സാധാരണ കുടുംബങ്ങളെ അവരുടെ മണ്ണിൽ നിന്ന് കുടിയൊഴിപ്പിച്ചും നടപ്പിലാക്കാൻ ശ്രമിച്ച ഈ പദ്ധതിക്കെതിരെ പ്രതിപക്ഷമായ UDF-ഉം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉൾപ്പെടെയുള്ള പ്രമുഖ സാമൂഹിക പരിസ്ഥിതി സംഘടനകളും ജനങ്ങളെ അണിനിരത്തി ശക്തമായി രംഗത്ത് വന്നിരുന്നു. വികസനത്തിന്റെ പേരിൽ മനുഷ്യനെയും പരിസ്ഥിതിയെയും ഒരുപോലെ തകർക്കുന്ന ഇത്തരം വൻകിട പദ്ധതികൾ കേരളത്തിന് അനുയോജ്യമല്ലെന്ന വാദമുയർത്തി വലിയൊരു ജനവികാരം തന്നെ സംസ്ഥാനത്ത് രൂപപ്പെട്ടു. ഈ സാഹചര്യത്തിൽ ഭരണമാറ്റത്തിന് പിന്നാലെ അധികാരത്തിലെത്തിയ പുതിയ സർക്കാർ ജനങ്ങളുടെ ഈ തീക്ഷ്ണമായ വികാരവും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രായോഗികതയും പൂർണ്ണമായി മുൻനിർത്തി സിൽവർ ലൈൻ പദ്ധതി എന്നേക്കുമായി ഉപേക്ഷിക്കാൻ കൈക്കൊണ്ട ഈ ചരിത്രപരമായ തീരുമാനം കേരളത്തിന്റെ ഭാവി വികസന രാഷ്ട്രീയത്തിൽ വലിയൊരു പുതിയ വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്.